അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 2ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ദുറൂസുൽ ഇസ്ലാം 2024 വർഷത്തിൽ നടന്ന അർദ്ധവാർഷ പരീക്ഷയുടെ പേപ്പറാണിത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇസ്മി എന്ന സ്ഥലത്ത് പേര് എഴുതുകയും റക്കം എന്ന സ്ഥലത്ത് നിങ്ങളുടെ നമ്പർ എഴുതുകയും ചെയ്യണം. കോളത്തിൽ ശരിയെന്ന് അടയാളപ്പെടുത്തണം. ഉളൂ ചെയ്യുമ്പോൾ മുഖം കഴുകിയ ശേഷം കഴുകണം. ഉളൂ ചെയ്യുമ്പോൾ മുഖം കഴുകിയ ശേഷം കഴുകണം. എന്താണ് മുഖം കഴുകിയതിന് ശേഷം നമ്മൾ കഴുകുന്നത്? 2 കൈകൾ, 2 കാലുകൾ, മുൻകൈകൾ. 2 കൈകളാണ് അതിൻ്റെ ആൻസർ. 2ാമത്തെ ചോദ്യം. അല്ലാഹു തആല കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. ഇബ്ലീസിനെ, മലക്കുകളെ, ആദം നബി അലൈഹിസ്സലാമിനെ. 3. നിസ്കാരം ശരിയാവാൻ ഷർത്തുകളുണ്ട്. എത്ര ഷർത്തുകളുണ്ട്? 6, 5, 4. 5 ഷർത്തുകളുണ്ട്. 4ാമത്തെ ചോദ്യം. ഇടത് കാല് വെച്ച് പ്രവേശിക്കണം. വീട്ടിലേക്ക്, മദ്രസയിലേക്ക്, അങ്ങാടിയിലേക്ക്. നമ്മളുടെ ഇടത് കാല് കൊണ്ട് പ്രവേശിക്കുന്നത് എവിടത്തേക്കാണ്? അങ്ങാടിയിലേക്ക് പോകുമ്പോൾ. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു, കംപ്ലൈന്റ് പറഞ്ഞു. ആരാണ് കംപ്ലൈന്റ് പറഞ്ഞത്? ഒട്ടകം, പക്ഷികൾ, കുട്ടികൾ. ഒട്ടകം പരാതി പറഞ്ഞു. 6ാമത്തത്. നീ എന്നാണ് അർത്ഥം. ഇത് മലയാളമാണ്. നീ എന്നുള്ളത് മലയാളത്തിൽ. ഇതിന്റെ അറബി പദം എന്താണ്? ഇല, അന്ത, മത്ത. അന്ത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അതിന്റെ അർത്ഥം. അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യുന്ന കാര്യം. ഖിയാമത്ത് നാളാകുമ്പോ ആദ്യമായിട്ട് നമ്മളോട് എന്തിനെ കുറിച്ചാ ചോദിക്കുന്നത്? നിസ്കാരം, നോമ്പ്, ഹജ്ജ്. നിസ്കാരത്തിനെ കുറിച്ച്. 8ാമത്തത്. ഉളൂഇൽ കഴുകേണ്ട അവയവമാണ്. ഉളൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴുകുന്ന അവയവം, തടകുന്ന അവയവം അല്ല. കഴുകുന്ന അവയവം ഏത്? തല, മുഖം, ചെവി. മുഖം എന്നുള്ളതാണ്. തലയും ചെവിയും തടവുകയാണ് നമ്മൾ ചെയ്യുന്നത്. 9. ഭോജന മര്യാദകളിൽ പെട്ടതാണ്. ഭോജന മര്യാദ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദ. നടന്ന് കഴിക്കുക, നിന്ന് കഴിക്കുക, ഇരുന്ന് കഴിക്കുക. ഇരുന്ന് കഴിക്കലാണ് അതിന്റെ ശരിയായ രീതി. 10. 3 എന്നതിന്റെ അറബി പദം. 3 എന്നുള്ളത് മലയാളമാണ്. ഇതിന്റെ അറബി പദം അർബ, ഹംസ, സലാസ. സലാസ എന്നുള്ളതാണ്. ചേരുംപടി ചേർക്കുക. 11. ഈമാനിന്റെ പകുതിയാണ്. ഈമാനിന്റെ പകുതി ഏതാണ്? ശുചിത്വം. സ്വർഗത്തിന്റെ താക്കോലാണ്. സ്വർഗത്തിന്റെ താക്കോലാണ് നിസ്കാരം. എന്റെ മതമാണ്. എന്റെ മതം ഏതാണ്? ഇസ്ലാം. നിസ്കാരത്തിന്റെ താക്കോലാണ്. ഉണ്ടായാൽ മാത്രമേ നമ്മളെ നിസ്കരിക്കാൻ പറ്റൂ. മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്താണ്. എന്ത് മറക്കല്? ഔറത്ത് മറക്കൽ. ബി. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നല്ലോണം ആവർത്തിച്ച് നോക്കുകയും വരാൻ പോകുന്ന പരീക്ഷയിലേക്ക് ഒരുങ്ങുകയും ചെയ്യണം. ഇതിന്റെ മറ്റൊരു ഭാഗം കൂടി നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. പൂരിപ്പിക്കുക. കരുണ ചൊരിഞ്ഞിടണേ അല്ലാ, സ്വർഗം തന്നിടണേ അല്ലാ. സ്വർഗം എന്നുള്ളതാണ് ഡാഷ് പിള്ളപ്പാക്കുന്നത്. ഇനി ഇതുപോലത്തെ മറ്റു വരികൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ പാഠപുസ്തകത്തിൽ വന്നതായ ബൈത്തുകൾ, ആ പാട്ടുകളെല്ലാം നമ്മൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. 17ാമത്തത്. അല്ലാഹു തആല ഇബ്ലീസിനെ ഡാഷിൽ നിന്ന് പുറത്താക്കി. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഞാൻ ഡാഷിയെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. 19. ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ ഡാഷ് ശുദ്ധിയാകും, മനസ്സിന് ശുദ്ധിയാകും. 20. അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ ഹാദാ ഡാഷ് മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ വറസഖനീ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ.
ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ആദം നബി അലൈഹിസ്സലാമിന്റെ ഇണയുടെ പേര് ഹവ്വ റളിയല്ലാഹു അൻഹ. എല്ലാം കാണും, എല്ലാം കേൾക്കും. ആര്? അല്ലാഹു. അല്ലാഹു തആല സ്വീകരിക്കുന്ന മതം ഏതാണ്? ഇസ്ലാം. വുളൂഇൽ തല തടവണം. എത്ര തവണയാണ് തടവേണ്ടത്? 3 തവണ. 7 എന്നതിൻ്റെ അറബി പദം സബ്അ. 1 മുതൽ 10 വരെ നിർബന്ധമായിട്ടും കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവണം. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ, അശറ. അപ്പൊ ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് ഇതിന്റെ കൃത്യമായ എഴുത്ത് രീതി കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവണം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. പിന്നെ 26, ഓരോ കാൽ വെപ്പും പ്രതിഫലം ലഭിക്കും. ആർക്ക്? മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പും പ്രതിഫലം ലഭിക്കും. നാം സഹായിക്കണം. ആരെ? പ്രയാസം അനുഭവിക്കുന്നവരെ എന്ന് നമ്മൾക്ക് എഴുതാം. ഇനി അല്ലെങ്കിൽ മാതാപിതാക്കളെ, അതുപോലത്തതായ കാര്യങ്ങൾ കൂടി നമ്മൾക്ക് എഴുതാവുന്നതാണ്. 28, വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി വലജന വബിസ്മില്ലാഹി ഖറജന വഅലല്ലാഹി റബ്ബിന തവക്കൽന. 29, എന്ത് പറഞ്ഞാണ് ഇബ്ലീസ് അഹങ്കരിച്ചത്? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാന് സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇബ്ലീസ് അഹങ്കരിച്ചത്. 30, വൃത്തിയുള്ളവരാകാൻ നാം ചെയ്യേണ്ട 2 കാര്യങ്ങൾ. വൃത്തിയുള്ളവരാകാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കിതാബിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങൾ: പല്ല് തേക്കുക, കുളിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റു വിഷയങ്ങളും എഴുതാവുന്നതാണ്. നാം കരുണ കാണിക്കണം. ആരോട്? 2 എഴുതിയാൽ മതി. കുട്ടികളോട് കരുണ കാണിക്കണം, ജീവികളോട് കരുണ കാണിക്കണം. അതുപോലെ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ എഴുതാവുന്നതാണ്. 32, വുളൂ ചെയ്താൽ എങ്ങനെ നിന്ന് ദുആ ചെയ്യണം? വുളൂ ചെയ്താൽ ഖിബ്ലക്ക് തിരിഞ്ഞ് 2 കൈകളും ഉയർത്തി മേൽപോട്ട് നോക്കി ദുആ ചെയ്യണം. മനസ്സിലായില്ലേ? വുളൂ ചെയ്യുന്ന സമയത്ത് വുളൂവിന് ശേഷമുള്ള ദുആന്റെ രീതിയാണ് ഈ പറയുന്നത്. ഖിബ്ലക്ക് തിരിഞ്ഞ് 2 കൈകളും ഉയർത്തി മേൽപോട്ട് നോക്കി. ഫി അയ്യി സഫിൻ അൻത. നമ്മളുടെ പാഠപുസ്തകത്തിലെ ചില പാഠങ്ങൾ അറബി പാഠങ്ങൾ വന്നിട്ടുണ്ട്. അതേ ആ അറബി പദങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നീ ഏത് ക്ലാസ്സിലാണുള്ളത്? ഫി അയ്യി സഫിൻ, ഏത് ക്ലാസ്സിലാണ് അൻത നീ ഉള്ളത്? അന, ഞാന്, ഫിസ്സഫിസാന്, 2ാം ക്ലാസ്സിലാണ് എന്ന് ഉത്തരം എഴുതേണ്ടതാണ്. അപ്പൊ നല്ല രീതിയിൽ ആവർത്തിച്ച് നോക്കുകയും പഠിക്കുകയും ചെയ്യണം. അല്ലാഹു തആല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.